നമസ്കാരം. ഇന്ന് കർക്കിടകം 25, രാമായണ പാരായണം 25-ാം ദിവസം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശമെനിക്കു ചെയ്വാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ, നിഗ്രഹിച്ചാൽ വരും മോക്ഷം എന്നോർത്തവൻ പ്രാകാരവും കടന്നു തുംഗശൈലരാജാകാരമോട് അലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട്, വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. യുദ്ധം രഘൂത്തമൻ ചോദിച്ചളവതിനുത്തരമായാശു വിഭീഷണൻ ചൊല്ലിനാൻ, രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തൽചരിത്രങ്ങളെല്ലാം അറിയിച്ചു ജന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്ത് അതു കണ്ടു ഞാൻ ഭീതനായി. 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടിപ്പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ടു അഭിവാദ്യവും ചെയ്ത് അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരേ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാൻ അരക്ഷണാൽ. മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ കുത്തിനാൻ. ശൂലമെടുത്തുകൊണ്ടതിവിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം. മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാർ.
ആലസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൾക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം. ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ട് അതിസന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൽ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ. അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാൻ അതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ. വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമേതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു. മുറിഞ്ഞബ്ദിയിൽ വീണിതു ദേഹവുമന്നേരം. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗ ഖഗ അപ്സരോ വൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നഗതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ. ചിൽപുരുഷം പുരുഷോത്തമമദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനമുൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആത്മാരാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ അഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നിതപ്പോഴും ചേതസി
താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽ സ്വരൂപാ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തു കണ്ടു കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം. ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കേണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരമാപദേ. പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ. പിന്നെ മറ്റേ നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ. അന്നേരം ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.